ലിറ്റിൽ, എ ലിറ്റിൽ, ദ ലിറ്റിൽ. ലിറ്റിലിൻ്റെ മീനിങ് വരുന്നത് ഹാർഡ്ലി എനി, അതായത് ഒട്ടും തന്നെ ഇല്ല, നെഗറ്റീവ് മീനിങ് ആണ്. ഒന്നും ഇല്ല, ഒട്ടും ഇല്ല എന്നുള്ള മീനിങ് ആണ്. എ ലിറ്റിൽ അതാകുമ്പോൾ സം, കുറച്ചുണ്ട്, പോസിറ്റീവാണ്. ദ ലിറ്റിൽ നോട്ട് മച്ച് ബട്ട് ഓൾ ദാറ്റ് വാസ് ദെയർ, ഒരുപാടില്ല പക്ഷേ തൽക്കാല ആവശ്യത്തിന് ഉണ്ടെന്നുള്ള മീനിങ് ആണ് ദ ലിറ്റിൽ. ഇനി ഇത് വരുന്ന എക്സാമ്പിൾസ് സെൻറ്റൻസ് നോക്കാം. ദർ ഇസ് ലിറ്റിൽ മണി ഇൻ മൈ പോക്കറ്റ്. നമ്മൾ ആദ്യം പറഞ്ഞ് ലിറ്റിൽ എന്താണ്, നെഗറ്റീവാണ്, ഒട്ടുമില്ല എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ ഈ സെൻറ്റൻസ് മീൻ ചെയ്യുന്നത് എന്താണ്, എൻ്റെ കയ്യിൽ ₹1 പോലും ഇല്ല. ദർ ഇസ് ലിറ്റിൽ മണി ഇൻ മൈ പോക്കറ്റ്, എൻ്റെ പോക്കറ്റിൽ ₹1 പോലും ഇല്ല എന്ന് പറയാണ്. ദെൻ സെക്കൻഡ് വൺ, ഐ ഹാവ് എ ലിറ്റിൽ മണി ഇൻ മൈ പോക്കറ്റ്. എ ലിറ്റിൽ, സം, കുറച്ച്, പോസിറ്റീവാണ്, കുറച്ചുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് പൈസയുണ്ട്. ദെൻ തേർഡ് വൺ, ദ ലിറ്റിൽ. ദ ലിറ്റിലിൻ്റെ മീനിങ് എന്താണ്, നോട്ട് മച്ച് ബട്ട് ഓൾ ദാറ്റ് വാസ് ദെയർ, ഒരുപാടില്ല പക്ഷേ എൻ്റെ തൽക്കാല ആവശ്യത്തിന് ഇപ്പോൾ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് വരുന്ന സെൻറ്റൻസ് നോക്കിയേ. ദ ലിറ്റിൽ മണി ഐ ഹാഡ് വാസ് സ്റ്റോളൻ. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കുറച്ച് പൈസ, ആകെ കുറച്ച് പൈസ ഉണ്ടായിരുന്നുള്ളൂ, ആ കുറച്ച് പൈസ ഉണ്ടായിരുന്നത് എന്താണ്, സ്റ്റോളൻ, എനിക്ക് നഷ്ടപ്പെട്ടു, മോഷണം പോയി എന്ന് പറയാണ്. അപ്പം ഇതേപോലെ തന്നെ വരുന്നതാണ് ഫ്യൂ, അ ഫ്യൂ, ദ ഫ്യൂ. നേരത്തെ ലിറ്റിലിൻ്റെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഫ്യൂവിൻ്റെ മീനിങ് ഹാർഡ്ലി എനി, നെഗറ്റീവാണ്, ഒന്നുമില്ല, ഒട്ടും തന്നെ ഇല്ല. എ ഫ്യൂ, സം, കുറച്ചുണ്ട്, പോസിറ്റീവാണ്. ദെൻ ദ ഫ്യൂ, നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. നോട്ട് മെനി ബട്ട് ഓൾ ദാറ്റ് ആർ ദെയർ, ഒരുപാടൊന്നും ഇല്ല പക്ഷേ ഉള്ളത് കുറച്ചുണ്ട്. ദെൻ ഇനി അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഹീ ഹാസ് ഫ്യൂ ഫ്രണ്ട്സ് ഇൻ മദ്രാസ്. അപ്പം ഫ്യൂവിൻ്റെ മീനിങ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഹാർഡ്ലി എനി, ഒന്നുമില്ല, ഒട്ടും തന്നെ ഇല്ല. പറയുന്നതാണ് ഹീ ഹാസ് ഫ്യൂ ഫ്രണ്ട്സ് ഇൻ മദ്രാസ്. മദ്രാസിൽ അവന് ഒരു ഫ്രണ്ട്സും ഇല്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നെഗറ്റീവ് മീനിങ് ആണ്. അവന് മദ്രാസിൽ ആരും തന്നെ ഫ്രണ്ട്സായിട്ട് ഇല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ സെക്കൻഡ് വൺ, ഹീ ഹാസ് എ ഫ്യൂ റിലേറ്റീവ്സ് ഇൻ ബോംബെ. ബോംബെയിൽ അവന് കുറച്ച് റിലേറ്റീവ്സ് ഉണ്ട്. ദെൻ തേർഡ് വൺ, ഐ ലോസ്റ്റ് ദ അഡ്രസ് ഓഫ് ദ ഫ്യൂ ഫ്രണ്ട്സ് ഐ ഹാവ് ഇൻ ബോംബെ. അപ്പോൾ ബോംബെയിൽ എനിക്ക് ആകെ കുറച്ച് ഫ്രണ്ട്സേ ഉണ്ടായിരുന്നുള്ളൂ, അവരുടെ അഡ്രസ്സ് എനിക്ക് നഷ്ടപ്പെട്ടെന്ന് പറയാണ്. ദ ഫ്യൂ എന്താണ്, വളരെ കുറച്ച്, ഒരുപാടൊന്നുമില്ല പക്ഷേ ആവശ്യത്തിനുണ്ട് എന്നുള്ള മീനിങ് ആണ്. അപ്പം ദ ഫ്യൂ എന്താണ്, ഐ ലോസ്റ്റ് ദ അഡ്രസ് ഓഫ് ദ ഫ്യൂ ഫ്രണ്ട്സ്, കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു പക്ഷെ അവരുടെ അഡ്രസ്സ് എനിക്ക് നഷ്ടപ്പെട്ടെന്ന് പറയാണ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്. ഫസ്റ്റ് മീനിങ് ഫസ്റ്റ് ഇൻ ഓർഡർ, ആദ്യം എന്നുള്ള മീനിങ് ആണ്. ഫോർമോസ്റ്റ്, മോസ്റ്റ് എമിനൻറ്റ്, പ്രമുഖൻ എന്നുള്ള മീനിങ് ആണ് എമിനൻറ്റ്. ഇനി അതിൻ്റെ സെൻറ്റൻസ് നോക്കാം. ഹി വാസ് ദ ഫസ്റ്റ് കാൻഡിഡേറ്റ് ടു ബി ഇൻ്റർവ്യൂഡ്. ഇൻ്റർവ്യൂ ചെയ്യപ്പെടേണ്ടതിൽ ആദ്യത്തെ കാൻഡിഡേറ്റ്, ഫസ്റ്റ് കാൻഡിഡേറ്റ് അവനാണെന്ന് പറയുകയാണ്. ദെൻ ഹി ഈസ് ദ ഫോർമോസ്റ്റ് ലോയർ ഇൻ ദ സിറ്റി. ആ സിറ്റിയിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഫോർമോസ്റ്റ് ലോയർ അവനാണെന്ന് പറയാണ്. ദെൻ അടുത്തത് നിയറസ്റ്റ് ആൻഡ് നെക്സ്റ്റ്. വിച്ച് ഈസ് ദ നിയറസ്റ്റ് ഹോട്ടൽ. ഇവിടെ ഉള്ളതിൽ ഏറ്റവും അടുത്തുള്ള ഹോട്ടൽ ഏതാണെന്ന് ചോദിക്കുകയാണ്. അതാണ് നിയറസ്റ്റ്. ആ സ്പേസിൻ്റെ നിയർ എന്നുള്ള സ്പേസ് കൊണ്ടുള്ളത് സൂചിപ്പിക്കുകയാണ്. ദെൻ ഐ ടേൺ ടു ദ നെക്സ്റ്റ് പേജ്. ഇവിടെ എന്താണ്, നെക്സ്റ്റ്, അടുത്ത പേജ്. അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, അടുത്ത പേജ്, നെക്സ്റ്റ് ഇൻ ഓർഡറിൽ വരുന്നതാണ്. ദെൻ ഹിസ് ഹൗസ് ഇസ് നെക്സ്റ്റ് ടു മൈൻ. അവിടെ പൊസിഷനാണ് വരുന്നത്, അവൻ്റെ ഹൗസ് എൻ്റെ വീടിൻ്റെ അടുത്താണെന്ന് ഉദ്ദേശിക്കുകയാണ്. ദെൻ അടുത്തത് ഫാർദർ ആൻഡ് ഫർദർ. ഫാർദർ മീനിങ് മോർ ഡിസ്റ്റൻറ്റ്, ഒരുപാട് ദൂരം അല്ലെങ്കിൽ ഒരുപാട് അകലം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ഫർദർ മോർ അഹെഡ് അല്ലെങ്കിൽ അഡീഷണൽ, കുറച്ചും കൂടുതൽ എന്നുള്ള മീനിങ് ആണ്. എക്സാമ്പിൾ നോക്കുമ്പോൾ ഡൽഹി ഈസ് ഫാദർ ദാൻ ബോംബെ. ഡൽഹിയാണ് ബോംബെയേക്കാൾ കുറച്ചുകൂടി കൂടുതൽ ദൂരമുള്ളത്. ഇനി ഫർദറിൻ്റെ ആണെങ്കിലോ ഹി മെയ്ഡ് നോ ഫർദർ റിമാർക്ക്. അവൻ കൂടുതൽ എന്താണ്, അഡീഷണലായിട്ട് വേറെ റിമാർക്കൊന്നും ഉണ്ടാക്കിയില്ല എന്ന് പറയുകയാണ്. നെക്സ്റ്റ് സം, മെനി. സം ഈസ് യൂസ്ഡ് ഇൻ പോസിറ്റീവ് സെൻറ്റൻസസ്. സം നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും
പോസിറ്റീവ് സെൻറ്റൻസസിൻ്റെ കൂടെ ആയിരിക്കും. എനി ഈസ് യൂസ്ഡ് ഇൻ നെഗറ്റീവ് സെൻറ്റൻസസ്. എനി ഒരു നെഗറ്റീവ് സെൻറ്റൻസിലായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കുമ്പോൾ ഐ ഗേവ് ഹിം സം മണി. ഞാൻ അവന് കുറച്ച് പൈസ കൊടുത്തു. ഐ വോണ്ട് ഗീവ് യു എനി ഹെൽപ്പ്. ഞാൻ നിനക്ക് ഒരിക്കലും ഒരു ഹെൽപ്പും ചെയ്യാൻ പോകുന്നില്ല. നെഗറ്റീവാണ്. വോണ്ട്, വിൽ നോട്ട് എന്നുള്ളതാണ് വോണ്ട്. ഐ വോണ്ട് ഗീവ് യു എനി ഹെൽപ്പ്. നിനക്ക് ഒരു ഹെൽപ്പും ചെയ്യാൻ പോകുന്നില്ല. നെഗറ്റീവായിട്ടുള്ള സെൻറ്റൻസ് ആണ്.